വയനാട് കമ്പളക്കാട് ജീപ്പ് ഇടിച്ച് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. അപകട കാരണം ജീപ്പിന്റെ അമിത വേഗമാണെന്നും വഴിയരികിൽ കൂട്ടിയിട്ടിരിക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകളും അപകടത്തിന് കാരണമായെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി. കമ്പളക്കാട് പുത്തൻ തൊടുകയിൽ ഹാഷിമി ആയിഷ ദമ്പതികളുടെ മകൾ ദിൽഷാനയാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. വീടിന് സമീപം റോഡരികിൽ പാല് വാങ്ങാൻ കാത്തുനിൽക്കുകയായിരുന്ന ദിൽഷാനയെ നിയന്ത്രണം തെറ്റിയെത്തിയ ജീപ്പ് ഇടിക്കുകയായിരുന്നു. കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കമ്പളക്കാട് സിനിമാളിന് സമീപം ശനിയാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം സംഭവിച്ചത്. ബത്തേരി സെന്റ് മേരീസ് കോളേജ് 2ാം വർഷ കെമിസ്ട്രി വിദ്യാർത്ഥിനിയാണ്. കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് മാനന്തവാടിയിലേക്ക് വരികയായിരുന്ന കുടുംബം സഞ്ചരിച്ച വാഹനം ഇടിച്ചായിരുന്നു അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിനിടയാക്കിയതെന്ന് പോലീസ് പറഞ്ഞു. റോഡരികിൽ കുടിവെള്ള പദ്ധതിക്കായി ഇറക്കിയ പൈപ്പിലും വാഹനം ഇടിച്ചിരുന്നു. 30 മീറ്ററോളം ദൂരം സഞ്ചരിച്ചാണ് വാഹനം നീങ്ങുന്നത്. വാഹനത്തിന്റെ മുൻവശത്തെ ഇടതുഭാഗത്തെ ആക്സിലും ഒടിഞ്ഞു. അമിത വേഗത്തിലാണ് ക്രൂയിസർ ജീപ്പ് എത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. കുടിവെള്ള വിതരണ പദ്ധതിക്കായി റോഡരികിൽ ഇറക്കിയിട്ടിരുന്ന വലിയ പൈപ്പിൽ ഇടിച്ചതിന് ശേഷമാണ് ജീപ്പ് നിയന്ത്രണം നഷ്ടമായി യുവതിയെ ഇടിച്ചത്. അമിത വേഗമുണ്ടായിരുന്നതുകൊണ്ട് തന്നെ പൈപ്പടക്കം കുട്ടിയുടെ ദേഹത്തിടിച്ചിരിക്കാമെന്നാണ് നാട്ടുകാർ പറയുന്നത്. സംസ്ഥാന പാതയിൽ കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ ഇടമൊരുക്കാതെ റോഡ് നിർമ്മാണം നടത്തിയത് അപകടങ്ങൾ കൂടാൻ കാരണമായി. ജീപ്പ് അമിത വേഗത്തിലെത്തിയതും റോഡരികിലെ പൈപ്പും റോഡരിക് കാടുമൂടി ഓരം ചേരാൻ കഴിയാത്തതും ദിൽഷാനയുടെ അപകടത്തിന് കാരണമാക്കിയതായി നാട്ടുകാർ പറയുന്നു. ആവശ്യത്തിന് വീതിയില്ലാത്ത റോഡരികിൽ ഇത്തരത്തിൽ പൈപ്പ് ഇറക്കിയിടുന്ന കരാറുകാരും അതിനു കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരുമാണ് ദാരുണ സംഭവത്തിന് ഉത്തരവാദികളെന്നും നാട്ടുകാർ ആരോപിച്ചു. റോഡരികിൽ വളരുന്ന അടിക്കാടുകൾ യഥാസമയം വെട്ടിമാറ്റാത്തത് വെല്ലുവിളി ഉയർത്തുകയാണ്. അപകടം നടന്ന പാതയോരത്ത് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് യാത്രക്കാർക്ക് തടസ്സമാകുന്നുണ്ട്. കാൽനട യാത്രക്കാർക്ക് ഓരം ചേരാൻ സാധിക്കുന്നില്ല. അതേസമയം വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം കമ്പളക്കാട് വലിയ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ സംസ്കരിച്ചു. സഹോദരങ്ങൾ മുഹമ്മദ് ഷിഫിൻ, മുഹമ്മദ് നിയാഷ്. ദിൽഷാനയ്ക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. ദിൽഷാനയെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഒട്ടേറെ ആളുകളാണ് ഒഴുകിയെത്തിയത്. വൈകിട്ട് 3:30ഓടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. സഹപാഠികളും അധ്യാപകരും ഉൾപ്പെടെയുള്ളവരെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. ദുബായിലായിരുന്ന പിതാവ് രാത്രി എത്തിയതിനെ തുടർന്നാണ് ഖബറടക്കം നടത്തിയത്. എന്തായാലും റോഡരികിൽ ഈ പൈപ്പൊക്കെ വച്ചതുകൊണ്ട് തന്നെ പല അപകടങ്ങളും ഇവിടെ സംഭവിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നത്. പാല് വാങ്ങാൻ റോഡരികിൽ കാത്തു നിൽക്കവെയാണ് ജീപ്പ് വന്ന് ദിൽഷാനയെ ഇടിച്ചു തെറിപ്പിച്ചത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ വിദ്യാർത്ഥിനി മരിക്കുകയും ചെയ്തു.